ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എവിടെയാണ് ഉള്ളതെന്നുള്ളത്. നേരെ എവിടെയല്ല, ഒരുപാട് ആൾക്കാരുടെ സ്വപ്നം, ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വരണം, ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്താണ്. പക്ഷെ ഇത് ഓൾറെഡി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 4 കൊല്ലം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതെന്റെ സെക്കൻഡ് ടൈമാണ്. ബട്ട് ഇപ്പൊ എന്താ എനിക്കൊരു ആഗ്രഹം, ഈ 2025 കഴിയുന്നതിന് മുമ്പ് ഒന്ന് കാണണമെന്നുള്ളത്. ബിക്കോസ് ഇപ്പൊ കുറെ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, ഇത് പൊളിക്കാൻ പോവാണ്, പേര് മാറ്റാൻ പോവാണ്, അങ്ങനെയൊക്കെ. അപ്പം ഇത് എങ്ങനെ ഉണ്ടായിരുന്നോ അതേപോലെ ഒരു പ്രാവശ്യം കൂടെ കാണണമെന്നുള്ള എന്റെ അതിയായ ആഗ്രഹത്തിൽ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ കയറിയതേ ഉള്ളൂ. മോർണിംഗ് 6 o'clock ഓപ്പൺ ആവുന്നത്. ആ സമയത്ത് വരാൻ വേണ്ടി വിചാരിച്ചതാ. പക്ഷെ പുറത്ത് ഭയങ്കര മഞ്ഞായതുകൊണ്ട് വന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഇപ്പോഴും ഉള്ള അവസ്ഥ എന്താന്നുള്ള ഞാൻ ഉള്ളിൽ കയറിയിട്ട് കാണിക്കാൻ ഭയങ്കര കോമഡിയാണ്. നമ്മളതിന്റെ എൻട്രൻസിലാണ് ഉള്ളത്. ഇഷ്ടംപോലെ ആൾക്കാരാണ്. പിന്നെ ഇന്ന് സൺഡേയും കൂടെ ആണല്ലോ. സൺഡേ ആകുമ്പോഴത്തേക്കും അറിയാമല്ലോ, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. നോക്കിക്കേ, അകത്ത് എന്താണ് അവസ്ഥ എന്ന് അറിഞ്ഞൂടാ. നമുക്ക് അകത്ത് കയറി നോക്കിയാണെങ്കിൽ ഞങ്ങളെ കാണിക്കാം. ഇത് ഈസ്റ്റ് ഗേറ്റ് ആണ്. നമ്മൾ ഈ ഗേറ്റിനകത്തൂടെയാണ് ഉള്ളിലോട്ട് പോകാൻ പോകുന്നത്. സമയം 11 മണിയാണ്. എനിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. പക്ഷെ തണുപ്പായതുകൊണ്ട് ചിരിക്കാനും പറ്റുന്നില്ല. ഒരു കോച്ചിപ്പിടുത്തം പോലെ. അയ്യോ, ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല, അകത്ത് കയറിയിട്ട് കാണിക്കേ. ഞാൻ എന്തെന്ന് പറഞ്ഞ് നിങ്ങക്ക് കാണിച്ചു തരും. ഞാനിവിടെ കാണാൻ വന്ന സാധനം കാണാനില്ല. കാണാൻ സാധനം കാണാനില്ല. എനിക്കറിയാം, ഞാൻ ഓൾറെഡി വീഡിയോസ് കണ്ടു പലരുടെയും. അപ്പോഴെനിക്ക് മനസ്സിലായി ഇവിടെ വന്നെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതും കാണാനായിരുന്നു നിങ്ങളോട് കാണണം ഗൈസ്. ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞാൻ കാര്യം മനസ്സിലാക്കിയത്. ആഗ്രഹിക്കുന്ന താജ്മഹൽ മാറ്റി നേരെ കാശ്മീരിലോട്ടാക്കിയിരിക്കുകയാണ്. താജ്മഹൽ ഗൈസ്, കാശ്മീരിലാണുള്ളത് ഗൈസ്. ഞാൻ കാശ്മീർ കഴിക്കുന്ന താജ്മഹലിൽ പോയിറങ്ങിയതാണ്. ഞാൻ ഇതിന് മുന്നേ വന്ന സമയത്ത് ഭയങ്കര ക്രിസ്റ്റൽ ക്ലാരിറ്റിയിലാണ് താജ്മഹൽ കണ്ടത്. പക്ഷെ ഇപ്രാവശ്യം മഞ്ഞിൽ മൂടിയിട്ട് താജ്മഹൽ അവിടെ ഉണ്ടോന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. നമുക്ക് അതിന്റെ അടുത്ത് പോയി നോക്കാം, നമുക്കറിയാലോ. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ അറിയും കുറെ ആയിട്ട് കാണിച്ചു തരുന്നതില് നല്ല വൃത്തിക്ക് കാണിച്ചാന്ന് വിചാരിച്ചാണ്, പക്ഷെ പറ്റിയില്ല. ഇതെന്റെ ഫസ്റ്റ് ടൈം അല്ലാത്തത് കൊണ്ട് ഞാൻ നിരാശയിൽ ആത്മഹത്യ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ 2025 എനിക്കുള്ള ഇയർ അല്ല എന്നുള്ള എനിക്ക് മനസ്സിലായി. ലാസ്റ്റ് നമ്മൾ പൊന്മുടിയിൽ പോയ സമയത്ത് അവിടെ മഞ്ഞില്ലായിരുന്നു. അതിനുശേഷം മായത്ത് പോയപ്പോഴത്തേക്ക് മായം കണക്കിന് അവിടെ എന്തോ നമ്മൾ ഉദ്ദേശിച്ച സംഭവം കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ താജ്മഹൽ വന്നപ്പോഴത്തേക്കും താജ്മഹൽ മഞ്ഞിൽ കുളിച്ചിട്ട് കാണാൻ പോലും എനിക്ക് പറ്റുന്നില്ല. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, അതൊന്നും പറ്റിയില്ലല്ലോ. ഈ കൊല്ലം കഴിഞ്ഞ് വെറും 3 ദിവസം കൂടെ ഉള്ളു. അപ്പൊ അതിനുള്ളില് ഞാന് ഇനി എവിടെയും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അവിടെ കാര്യമില്ല. കാരണം എനിക്ക് മനസ്സിലായി മൊത്തത്തിൽ പോക്കാണെന്ന് ഒരിക്കൽ കൂടെ എനിക്ക് തെളിയിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ പഠിക്കുന്നില്ല ഗൈസ്, പഠിക്കുന്നില്ല. എന്റെ പൊന്നേ, ലക്ഷക്കണക്കിന് ആൾക്കാർ. ഞാൻ എന്തായാലും ഞായറാഴ്ച വന്നതില് എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഈ ഇടക്കാലത്തൊന്നും ഞാൻ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ച് താജ്മഹലിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും എനിക്ക് കുറച്ചെങ്കിലും കാണാൻ പറ്റുമല്ലോ. ഞാൻ അടുത്തെത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എനിക്ക് എന്താ കാണുന്നുള്ളൂ. ഇവിടെ ഞാൻ വന്നതിന് ശേഷം സൂര്യനെയും ചന്ദ്രനെയും ഒന്നും കാണുന്നില്ല. ബട്ട് വട്ടത്തിലൊരു സാധനം കണ്ടിട്ടുണ്ട്. ഇത് എന്താന്ന് മനസ്സിലായിട്ടുള്ള ആൾക്കാരൊന്ന് പറയണേ. ഇത് സൂര്യനാണോ അതോ ചന്ദ്രനാണോ? ഇവിടുന്ന് വെള്ള കളറിലാണ് കാണുന്നേ. എന്തൊരു തിരക്കാണ്. ആൾക്കാരും നിക്കുന്നില്ല കേട്ടോ. കാരണം അവർക്ക് മനസ്സിലായിട്ട് നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത്. ഓക്കെ, ഇതിങ്ങനെ കാണാനല്ലല്ലോ ആൾക്കാര് വരുന്നേ. ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നതാണോ ഇനി ഞാൻ അടുത്തെത്തിയതിന്റെ ആണോ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. ദൂരെ നിന്ന് നോക്കിയപ്പോഴത്തേക്കും ഒട്ടും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റാർട്ടിലെ കാണിച്ചു. അടുത്ത് വന്നപ്പോഴത്തേക്ക് ചെറുതായിട്ട് കണ്ണില് എനിക്ക് അവിടെ ഒരു സാധനം ഉണ്ട്, അങ്ങനെയുള്ളൂ കേട്ടോ. ഇത് ഭയങ്കര ക്ലാരിറ്റിയിലൊക്കെ കാണിക്കുന്നുണ്ട്. എന്റെ ഫോണിന്റെ പവറാണ്. പക്ഷെ കണ്ണിലോ ആ ഒരു പുകമയം മാത്രമേ ഉള്ളൂ. എന്റെ കണ്ണിന്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്.
സത്യം പറയാലോ സമ്മർ ടൈമിലാണ് താജ്മഹൽ കാണാൻ വരുന്നത് ബെസ്റ്റ്. ബട്ട് ഇപ്പൊ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ആയത്? എന്താ എന്റെ പ്രശ്നം എന്തായിരുന്നു? കാലാവസ്ഥ അത്ര. ഓക്കെ, എന്തോ കാശ്മീരിൽ പോകാനിരുന്നതായിരുന്നു. കാശ്മീരിൽ മഞ്ഞില്ലാന്ന് കണ്ടപ്പോ ഞാൻ യൂട്ടേൺ അടിച്ച് ഇങ്ങോട്ട് വന്നതാ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അവിടെയുള്ള മഞ്ഞൊക്കെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, രണ്ടും കിട്ടി, മഞ്ഞും കിട്ടി, താജ്മഹലും കാണാൻ പറ്റി. ഇപ്പൊ എന്തായാലും നല്ല പ്യുവർ ആയിട്ട് ഇത് മാത്രം എടുത്തു വെച്ചോണക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ബട്ട് കണ്ടു. ഫസ്റ്റ് ടൈം അല്ലാത്തത് കൊണ്ട് വലിയ വിഷമമൊന്നുമില്ല, കണ്ടു. താജ്മഹലിന്റെ വേറൊരു സൈഡിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഈ സ്ഥലം കാണാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. റീൽസും വീഡിയോസൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ടാവും. ബട്ട് ഇപ്പോഴെന്നല്ല, എപ്പോഴും അലൗഡ് അല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ഒരു ഖബർസ്ഥാൻ ഉള്ളത് കൊണ്ട് വീഡിയോ അലൗഡ് അല്ല. ഇനി റീൽസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് ഡിലീറ്റ് ഒക്കെ ചെയ്ത് കളയും. ഇനി അതും ബുദ്ധിമുട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടും കേൾക്കാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകും. നമ്മളടുത്ത് വന്നിട്ട് ഇവിടെ ഫോൺ പൊക്കിയപ്പോൾ തന്നെ പറഞ്ഞു വീഡിയോ അലൗഡ് അല്ല എന്നുള്ളത്. നമ്മൾ എന്തായാലും വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ സൈഡിലാണ് യമുന നദി ഉള്ളത്. ഫുള്ള് ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത് തോന്നുന്നു. ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ഞാൻ പറഞ്ഞ സൈഡ്. ഇവിടെയാണ് യമുന നദി ഉള്ളത്. ഐ മീൻ ഇതിന് പുറകെ ഇവിടെ യമുന നദി ഒഴുകുന്നുണ്ട്. ഈ വള്ളത്തിൽ കയറിയിട്ട് പോകണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ്. പക്ഷെ ഇതിലോട്ട് പോകേണ്ട വഴി എവിടെയാന്ന് അറിയാത്തതുകൊണ്ട് ഞാനിവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. എന്നാൽ ഏതായിരിക്കും ആ വഴി? ഇതാണ് ഞാൻ പറഞ്ഞ മെഹ്മാൻ ഖാന. ഇത് താജ്മഹലിന്റെ ബാക്ക് സൈഡാണ് കേട്ടോ. സൈഡ് നമുക്ക് കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ വീഡിയോ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ പ്യാടിച്ചിട്ട് എടുത്തില്ല ഗൈസ്. 4 പില്ലർ ഉണ്ടല്ലോ, ഒരു പില്ലർ ഇതാണ്. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ 22 വർഷം കൊണ്ടാണ് ഈ താജ്മഹൽ പണിതെന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഇവിടെ എന്തെല്ലോ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഭംഗി നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ കണ്ട താജ്മഹൽ ഇങ്ങനെയല്ല ഗൈസ്, ഇങ്ങനെയല്ല. ഇതിന്റെ അകത്ത് കയറാനുള്ള ആൾക്കാരുടെ പ്രവാഹമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. 200 രൂപ എങ്ങാണ്ടാണ് ഒരാളുടെ ടിക്കറ്റ് ഫെയർ വരുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കയറിയതുകൊണ്ട് ഞാൻ അകത്ത് കയറുന്നില്ല. പിന്നെ അതിനകത്ത് വീഡിയോ ഒക്കെ അലോഡ് അല്ലാത്തതിന്റെ ഒരു സ്ഥിതിക്ക് ഇനി എനിക്ക് കയറി കാണേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഞാൻ ഓൾറെഡി കയറി കണ്ടതാണല്ലോ. പക്ഷേ നിങ്ങൾ കയറി കാണോട്ട് വന്നു കഴിഞ്ഞാൽ അത് കാണേണ്ട സംഭവം തന്നെയാണ്. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഒക്കെ ഒരു ചരിത്രമാണ് ഗൈസ്, ഒക്കെ ഒരു ചരിത്രമാണ്. ഞാൻ പോവാനായ സമയത്ത് ഇപ്പൊ താജ്മഹൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ എത്ര ദൂരത്തിൽ നിന്ന് ഞാൻ താജ്മഹൽ കാണാൻ പറ്റും? ഞാൻ പോയി കൊടുക്കുവാണ്. ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടോട്ടെ താജ്മഹൽ, ഞാൻ വന്നോട്ടെ. ഇനി അങ്ങനെ പറയാലോ. ഓക്കെ, വെയിലൊക്കെ വന്നു. കുറച്ച് മുന്നേ നമ്മൾ കണ്ടത് സൂര്യൻ തന്നെയായിരുന്നു, ചന്ദ്രൻ എന്തോ ഒന്നും അല്ല, സൂര്യൻ തന്നെയാണ്. പോകുന്നതിന് മുമ്പ് ഒന്ന് കൺകൾക്ക് കാണാൻ പറ്റി. ഞാൻ വിചാരിച്ചില്ല എനിക്ക് നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞിട്ട് കാണാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ ഓക്കെ ഗൈസ്, അത്ര തന്നെയാണ്. ഇനിയിപ്പം പുറത്തോട്ട് ഇറങ്ങുവാണ്, ചെക്കൗട്ട് ടൈമാണ്. നമ്മൾ ഇനി വേറൊരു സ്ഥലത്തോട്ട് പോവാണ്. അതെന്താണെന്നൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് കാണാം. അതുവരെയും ടാറ്റാ ബൈ ബൈ. നല്ല ക്ഷീണിച്ച്, ബിക്കോസ് സുബാന്റെ സമയത്ത് അണീച്ചതാണ്. കാരണം ആ സമയത്താണ് നമ്മൾ തന്നെ ആരും പേര് ഉണ്ടാകുന്ന വിചാരിച്ച്. പക്ഷെ അതല്ല സത്യം. 11 മണിക്ക് വന്നിട്ട് ഇവിടെ ഫോഗായിട്ട്, ഐ മീൻ മഞ്ഞൊക്കെ നിറഞ്ഞു നിന്നിട്ട് താജ്മഹൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ കാരണം കൊണ്ടാണ് വെളുപ്പിന് വരാത്തത്. അപ്പൊ ശരി എന്നാ, ഗൈസ്.